തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. നിന്നോട് ഈ ക്രൂരത കാണിച്ചത്? അയ്യോ, ഒരിക്കലല്ല ഡോക്ടർ, അദ്ദേഹം അങ്ങനെ ഒരാളെ അല്ല. ഞാൻ ഈ അമ്പലത്തിൽ വേണമെങ്കിലും വന്ന് സത്യം ചെയ്യാം, എനിക്ക് സംഭവിച്ച അതിക്രമത്തിൽ ചേട്ടന് ഒരു പങ്കുമില്ല. ഞാൻ പോലും അറിയാത്ത ആരും എന്നോട് ചെയ്ത് ചതിയത്. ദൈവം എന്തിനാണാവോ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? ഇതിലും ഭേദം എന്നെ കൊല്ലുന്നായിരുന്നു. പാർവതി, സ്റ്റോപ്പ് ഇറ്റ്. നിർത്ത്. പാർവതി, ഞാൻ ഓപ്പൺ ആയിട്ട് ചോദിക്കുക, നീയും പ്രിയനും തമ്മില് ഒരു റിലേഷനും ഉണ്ടായിട്ടില്ലേ? ഈശ്വര, നീ പ്രിയനെ സംരക്ഷിക്കാൻ വേണ്ടി ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് പറയാണെന്നാ ഞാൻ കരുതിയത്. ഞാൻ പറഞ്ഞ സത്യ. പ്രിയനാണ് നിന്റെ കുഞ്ഞിന്റെ അച്ഛനെങ്കിൽ നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. അതാരാണെന്ന് നിനക്ക് അറിയില്ലെന്ന് പറഞ്ഞ നിന്റെ ജീവിതം തന്നെ നശിച്ചു പോവും. ഇതിലും കൂടുതല് ഇനി എന്ത് നാശം സംഭവിക്കാനാ ഡോക്ടർ? ഞാൻ ജീവച്ചമായിട്ടാ കഴിയുന്നത്. നിന്നെ പ്രിയം പറ്റിച്ചു എന്നാ എനിക്ക് തോന്നുന്നേ. അയ്യോ അല്ല, എന്റെ സമ്മതമില്ലാതെ എന്റെ ദേഹത്ത് അതേ തൊടുപോലും ഇല്ല. പിന്നെ ആരാ നിന്നെ ഈ അവസ്ഥയിലാക്കിയത്? കൈലാഷാണോ? അയാൾക്ക് നിന്നോട് കുറച്ച് കൂടുതൽ അടുപ്പമുള്ളതുപോലെ തോന്നി. അയാളായിരിക്കോ നിന്നോട് ഈ ക്രൂരത കാണിച്ചത്? അയ്യോ ഈശ്വര, ഞാൻ കാരണം എനിക്ക് ചുറ്റുള്ളവർക്കൊക്കെ ചീത്തപ്പേര് കേൾക്കാണല്ലോ. അദ്ദേഹം എനിക്ക് ദൈവത്തെ പോലെ ഡോക്ടർ. എന്റെ അടുത്ത് ഒരുപാട് രോഗികള് പല പ്രശ്നങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് അറിയില്ലെന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടി വരുന്നത്. നിന്റെ ഈ അവസ്ഥ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവരുത്. ഞാൻ വീണ്ടും ചോദിക്കുന്നതില് നിനക്ക് വിഷമമൊന്നും തോന്നരുത്. നിന്നെ ഈ അവസ്ഥയിലാക്കിയത് ആരാണെന്ന് നിനക്ക് ശരിക്കും അറിയില്ലേ? ഞാൻ ഗർഭിണിയാണെന്ന് എന്നോട് പറഞ്ഞപ്പോ ഡോക്ടറിനെ അമ്മയുടെ സ്ഥാനത്ത് കാണാൻ എന്നോട് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഡോക്ടർ അത് വെറുതെ പറഞ്ഞാണോന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഡോക്ടറിനെ ആ സ്ഥാനത്ത് കണ്ടിട്ട് തന്നെയാ പറയുന്നത്. ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇതിന് ഉത്തരവാദി ആരാത് എനിക്കറിയില്ല. ഞാൻ പറയുന്ന നീ ശ്രദ്ധിച്ചു കേൾക്കണം. നിന്നെ ഈ അവസ്ഥയിലാക്കിയത് ആരാണെന്ന് നീ കണ്ടുപിടിക്കണം. സമയമെടുത്ത് നല്ല പോലെ ആലോചിക്കും. പ്രിയനെയും കൈലാഷിനെ അടക്കം നിനക്ക് ചുറ്റുമുള്ള എല്ലാവരെയും നീ സംശയിക്കണം. ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. നീ പോലും അറിയാതെയാ നിനക്കിത് സംഭവിച്ചത്. നിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരൻ ആരാണെന്ന് നീ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചു കഴിഞ്ഞു. കൈലാഷ് എന്ത് കണ്ടുപിടിച്ചു എന്നാ പറയുന്നേ? പാർവതിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരൻ ഞാനാണ് ഡോക്ടർ. എന്തെങ്കിലും നോക്കുന്ന കമ്പനിയിൽ പാർവതിക്ക് നല്ല ഭക്ഷണം കിട്ടുന്നുണ്ടെന്ന് ഞാൻ ഉറപ്പുവരുത്താനായിരുന്നു. എല്ലാ ദിവസവും ഹോസ്റ്റലിൽ നിന്ന് കൊണ്ടുവരുന്ന ഫുഡ് കഴിച്ചുകൊണ്ടാ പാർവതിക്ക് ഈ അവസ്ഥ ഉണ്ടായെന്നാ എനിക്ക് തോന്നുന്നത്. ഇനി മുതല് പാർവതിയുടെ കാര്യം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചോളാം മാഡം. ഇനി മുതൽ നീ സൂക്ഷിക്കണം. ഭാരിച്ച ജോലികളൊന്നും നീ ചെയ്യരുത്. പടികൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും സൂക്ഷിക്കണം. ഇനിയും തലയിറക്കം ഉണ്ടാവാം. പരമാവധി നല്ല ഭക്ഷണം തന്നെ കഴിക്കണം. മനസ്സിലായോ? അതെല്ലാം ഞാൻ നോക്കിക്കോളാം ഡോക്ടർ. പാർവതി, ഇനി മുതൽ നീ സൈക്കിൾ ചവിട്ടുന്നത് നിർത്തണം. ഞാൻ കമ്പനിയിൽ നിന്നും ഒരു കാർ അയക്കാം. പാർവതി ഇനി അതിൽ വന്നാൽ മതി. ആ, മെഡിസിൻസ് എല്ലാം കിട്ടിയോ? ആ, കിട്ടി ഡോക്ടർ. റീത്ത സിസ്റ്ററിന്റെ അടുത്ത് പാർവതിയുടെ നമ്പർ കൊടുത്തോളൂ. ഓക്കെ ഡോക്ടർ. ശരി മോളെ.